പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിലെ തിരിച്ചടിക്ക് പിന്നാലെ കലങ്ങി മറിഞ്ഞിരിക്കുകയാണ് BJP. തോൽവിയുടെ ഉത്തരവാദിത്തം ഏറ്റെടുത്ത കെ സുരേന്ദ്രൻ സംസ്ഥാന അധ്യക്ഷനായി തുടരണോ എന്നതിൽ കേന്ദ്ര നേതൃത്വം തീരുമാനമെടുക്കുമെന്നാണ് വ്യക്തമാക്കിയത്. സ്ഥാനാർത്ഥി നിർണയത്തിൽ പാളിച്ചയുണ്ടായെന്ന ആരോപണവുമായി നഗരസഭാ അധ്യക്ഷ പ്രമീള ശശിധരൻ, മുതിർന്ന നേതാവ് N ശിവരാജൻ എന്നിവർ അടക്കമുള്ളവർ രംഗത്തെത്തി. ഇതോടെ പരസ്യ പ്രതികരണങ്ങൾ സംസ്ഥാന നേതൃത്വം വിലക്കുകയും ചെയ്തു. എന്നാൽ സ്ഥാനാർത്ഥി നിർണയത്തിൽ അപാകതയില്ലെന്നാണ് കേരള ചുമതലയുള്ള പ്രഭാരി പ്രകാശ് ജാവ്ദേക്കർ റിപ്പോർട്ടറിനോട് പറഞ്ഞത്. വിവാദങ്ങൾക്കിടെ സംസ്ഥാന അധ്യക്ഷ സ്ഥാനത്തേക്ക് ഇല്ലെന്ന് മുതിർന്ന നേതാവ് V മുരളീധരൻ വ്യക്തമാക്കി. സ്ഥാനത്ത് തുടരണമോ അതല്ല സ്ഥാനമൊഴിയണമോ എന്നൊക്കെയുള്ള തീരുമാനം കേന്ദ്ര നേതൃത്വം എന്ത് പറയുന്നു അത് ശിരസ വഹിക്കുന്ന ആളാണ്. എൻ്റെ അധ്യക്ഷ സ്ഥാനം ഇപ്പോൾ ഒഴിയണമോ അതല്ല കാലാവധി തികയ്ക്കണോ എന്നൊക്കെയുള്ള കാര്യങ്ങളിൽ അന്തിമമായ തീരുമാനമെടുക്കുന്നത് പാർട്ടിയുടെ കേന്ദ്ര നേതൃത്വമാണ്. അതിൽ വ്യക്തിപരമായിട്ടുള്ള ഇഷ്ടാനിഷ്ടങ്ങൾക്ക് യാതൊരു പ്രസക്തിയുമില്ല. അങ്ങാടി തൊട്ടാൽ അമ്മയോട് അത് തന്നെയാണ് മറുപടി. 100% ജയ സാധ്യത കൂടാൻ സാധ്യതയുണ്ട്. കാരണം MP ഇലക്ഷൻ സമയത്ത് തന്നെ ഞങ്ങൾ പല ഭാഗത്തും വോട്ട് ചോദിക്കാൻ പോയപ്പോൾ നിങ്ങൾക്ക് കൃഷ്ണകുമാർ മാത്രമേ ഉള്ളൂ, വേറെ ആരുമില്ലേ എന്നുള്ളൊരു ചോദ്യം വന്നതിൻ്റെ പേരിൽ MLA സ്ഥാനാർത്ഥി നിർണയത്തിൻ്റെ സമയത്ത് തന്നെ നമ്മൾ അവരോട് പറഞ്ഞിരുന്നു, ഇങ്ങനെ ഒരു പ്രശ്നമുണ്ട്, ചോദിക്കാൻ വിഷമമുണ്ട്, കൃഷ്ണകുമാറിന് വോട്ട് ചോദിക്കാൻ വിഷമമുണ്ട് എന്നുള്ള രീതിയിൽ സംസ്ഥാന നേതൃത്വത്തിനെ അറിയിച്ചിരുന്നു. അപ്പോൾ നമ്മളോട് അഭിപ്രായം ചോദിക്കുകയല്ലേ ഉള്ളൂ, അഭിപ്രായം പറയാൻ മാത്രമേ നമുക്ക് അധികാരമുള്ളൂ. മാറ്റേണ്ടതൊക്കെ സംസ്ഥാനമോ കേന്ദ്രമോ ഇവരൊക്കെയാണ്. അയ്യോ, സംസ്ഥാന അധ്യക്ഷ സ്ഥാനം 15 വർഷം മുമ്പ് ഞാൻ ഒഴിഞ്ഞതാണ്. ഇനി സംസ്ഥാന അധ്യക്ഷ സ്ഥാനത്തേക്ക് ഞാൻ തിരിച്ചില്ല. പാർട്ടി എനിക്ക് ധാരാളം ചുമതലകളല്ലാതെ തന്നിട്ടുണ്ട്, ഇപ്പോഴും തന്നിട്ടുണ്ട്. ഭാരതീയ ജനതാ പാർട്ടിക്ക് തെരഞ്ഞെടുപ്പിനെ കുറിച്ച് പറയാനുള്ള കാര്യങ്ങൾ സംസ്ഥാന അധ്യക്ഷൻ പറഞ്ഞിട്ടുണ്ട്. കൂടുതലായിട്ട് എന്തെങ്കിലും പറയണമെന്ന് തോന്നിയെന്നിരിക്കട്ടെ, അങ്ങനെയുള്ള ഘട്ടത്തിൽ ഞാൻ പറയും. VS രഞ്ജിത്ത് ചേരുന്ന വിശദാംശങ്ങളുമായി. രഞ്ജിത്ത്, ഈ തെരഞ്ഞെടുപ്പ് ഫലത്തിന് പിന്നാലെ പാലക്കാട്ടെ തോൽവിക്ക് പിന്നാലെ വലിയ വാക്പോരിലേക്ക് കാര്യങ്ങൾ കടന്നിരിക്കുന്നു. ഇന്നിപ്പോൾ സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ തന്നെ വാർത്താസമ്മേളനം നടത്തി നിലപാട് പറയേണ്ടുന്ന ഒരു സാഹചര്യമുണ്ടായി. പാർട്ടി അധ്യക്ഷ സ്ഥാനത്ത് താൻ തുടരണോ എന്നത് കേന്ദ്ര നേതൃത്വം തീരുമാനിക്കട്ടെ എന്നാണ് സുരേന്ദ്രൻ പറഞ്ഞു വെക്കുന്നത്. വിനിത, പാലക്കാട്ട് ഉപതെരഞ്ഞെടുപ്പിന്റെ ഫലം വന്നതിന് ശേഷം സംസ്ഥാനത്ത് BJP രാഷ്ട്രീയം അക്ഷരാർത്ഥത്തിൽ കലങ്ങി മറയുക തന്നെയാണ്. ഒന്ന്, പാലക്കാട്ട് പ്രാദേശിക നേതൃത്വത്തിലുള്ള പ്രശ്നമാണ്. അത് C കൃഷ്ണകുമാർ വിഭാഗവും C കൃഷ്ണകുമാർ വിരുദ്ധ വിഭാഗവും തമ്മിലുള്ള ചേരിപ്പോരാണ്. അതിൽ ഇപ്പോൾ ഇന്ന് പരസ്യ പ്രതികരണത്തിന് പോലും നേതാക്കന്മാർ തയ്യാറായിരിക്കുന്നു എന്നുള്ളതാണ്. പാലക്കാട് നഗരസഭയുടെ ചെയർപേഴ്സൺ ഉൾപ്പെടെയുള്ള നേതാക്കന്മാരും പാലക്കാട്ടെ മുതിർന്ന നേതാവായിട്ടുള്ള N ശിവരാജനുമൊക്കെ C കൃഷ്ണകുമാറിനെതിരെ പരസ്യമായ രംഗത്ത് വരുന്നു. C കൃഷ്ണകുമാറിന് ഒരു വിജയസാധ്യതയും ഉണ്ടായിരുന്നില്ല, വിജയസാധ്യതയില്ല എന്ന കാര്യം നേതൃത്വത്തെ അറിയിച്ചിരുന്നു. പക്ഷേ നേതൃത്വം കൃഷ്ണകുമാറിനെ മാറ്റാൻ വേണ്ടി തയ്യാറായില്ല. കൃഷ്ണകുമാറിന് വോട്ട് ചെയ്യാൻ നഗരസഭയിലെ പല വാർഡുകളിലും ആളുകൾക്ക് മടിയായിരുന്നു എന്നൊക്കെ പരസ്യമായി പ്രതികരണം നടത്തുന്നു. BJPയെ സംബന്ധിച്ച് ഇത്തരത്തിൽ പരസ്യ പ്രതികരണങ്ങൾ ഇതപര്യന്തമായി പതിവില്ലാത്ത, കീഴ്വഴക്കമില്ലാത്ത കാര്യമാണ്. ഒരുപക്ഷെ അത് നടപടിയിലേക്ക് പോയേക്കാം. സംസ്ഥാന നേതൃത്വത്തിലാണെങ്കിൽ ഇപ്പോൾ സംഘടനാ തെരഞ്ഞെടുപ്പിന്റെ കാലഘട്ടമാണ്. ഡിസംബർ, ജനുവരി എന്ന് പറയുന്നത് സംസ്ഥാനത്ത് സംഘടനാ തെരഞ്ഞെടുപ്പ് നടക്കാൻ പോകുന്നു. ഏതായാലും കേന്ദ്ര നേതൃത്വം എല്ലാം തീരുമാനിക്കട്ടെ എന്ന് തന്നെയാണ് BJP സംസ്ഥാന അധ്യക്ഷൻ വ്യക്തമാക്കുന്നത്. VS രഞ്ജിത്താണ് വിശദാംശങ്ങൾ നൽകിയത്.